الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സമാധാരണീയരായ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം ശരിയാം വിധം പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ, സച്ചരിതരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യരെല്ലാവരും പൊതുവെ സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ആഗ്രഹം പൂവണിയാനുള്ള മാർഗം സ്രഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിനെ അറിയേണ്ട പ്രകാരം അറിയുകയും മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കുകയും ചെയ്ത് അവൻ സമർപ്പിക്കേണ്ട ആരാധനകൾ മുറപ്രകാരം സമർപ്പിച്ച് ആരാധനകളിലൂടെ അനിവാര്യമായും നേടിയെടുക്കേണ്ട ജീവിത സംശുദ്ധി കൈവരിച്ച് മുന്നോട്ട് നീങ്ങുന്നതോടൊപ്പം സാമൂഹ്യമായ ബാധ്യതകൾ കൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ സാമൂഹ്യമായ ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ എന്ന നിലക്ക് പരസ്പരം ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ സ്വൈര്യമായ ജീവിതം നാം വിചാരിക്കുന്ന രൂപത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഇന്നത്തെ മനുഷ്യർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയാം വിധം ബോധവാനല്ല എന്നു മാത്രമല്ല, തന്റെ സുഖത്തിനും സൗകര്യത്തിനും ഏതെങ്കിലും വ്യക്തികൾ തടസ്സമാകുന്നുണ്ടെന്ന് തോന്നിയാൽ അതല്ല
ആരെങ്കിലും പറഞ്ഞാലും ഏതെങ്കിലും മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ വല്ലവരും പറയുകയാണെങ്കിലും മാനുഷികമായ എല്ലാവിധ ബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് പെരുമാറുന്നത് കാണാൻ നമുക്ക് സാധിക്കും. തന്റെ സുഖത്തിനും സൗകര്യത്തിനും തടസ്സമായി തീരുന്ന വ്യക്തികൾ ആരാകട്ടെ, ഇത് മാതാവാകട്ടെ, പിതാവാകട്ടെ, ജ്യേഷ്ഠനാകട്ടെ, അനുജനാകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, അയൽവാസിയാകട്ടെ, അയൽവാസിനിയാകട്ടെ, തന്റെ സുഖത്തിന് തടസ്സമായി നിൽക്കുന്നത് അവരാണെന്ന് തോന്നിയാൽ, അതല്ല തനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞാൽ, ആ തോന്നപ്പെടുന്ന വ്യക്തികളെ അറുകൊല ചെയ്യുന്നതിൽ മടിയില്ല എന്ന് സാക്ഷര കേരളത്തിൽ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിലുള്ള ഒരു ചങ്ങാതി രണ്ട് വ്യക്തികളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് വ്യക്തികളെ മാത്രമല്ല, അതിനു മുമ്പ് 5 വർഷം മുമ്പ് അതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീയെ അയാൾ വകവരുത്തിയിട്ടുണ്ട്. ആ കൊലപാതകത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തി അതിൽ നിന്ന് മനസ്താപമുണ്ടാകുന്നതിന് പകരം ആ കുടുംബത്തിലെ മറ്റുള്ള ആളുകളെ കൂടി വക വരുത്തണമെന്ന് തീരുമാനമെടുക്കുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നുകൊണ്ട് ആ കൃത്യം അയാൾ നിർവഹിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ഗുരുതരമായ പാപമായിട്ടാണ് നരഹത്യയെ കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ 7 വൻ പാപങ്ങളിൽ 3-ാമത്തേതായിട്ടാണ് അനർഹമായി ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതിനെ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ സൂറയിലെ 33-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി നിങ്ങൾ ഒരാളെയും കൊന്നുകളയുവാൻ പാടില്ല. ഒരാളെയും നിങ്ങൾ അന്യായമായി വധിക്കുവാൻ പാടില്ല. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ. അങ്ങനെ ആരെങ്കിലും അകാരണമായി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് അതിനുള്ള പ്രതികാരം എടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ പ്രതികാരം എടുക്കുന്ന സന്ദർഭത്തിൽ കൊലയിൽ അതിന് കവിയുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അന്യായമായി ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത്, ഒരു ജീവൻ അപഹരിച്ചെടുക്കുക എന്നുള്ളത് ഗുരുതരമായ പാപമായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അഭിവീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത് ഇസ്ലാമികേതര സമൂഹത്തിൽ മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ കൊലപാതകങ്ങൾ ഹേതുവായി വർത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകളും ഊഹാപോഹങ്ങളും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള സങ്കല്പങ്ങളുമാണ്. ഏതെങ്കിലും ഒരു സിദ്ധൻ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നിന്റെ ഇഷ്ടത്തിന്, നിന്റെ താല്പര്യത്തിന്, നിന്റെ ഇംഗീതത്തിന്, നിന്റെ സുഖസൗകര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നത് ഇന്നാരെന്ന വ്യക്തിയാണെന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വ്യക്തികളെ കൊന്നുകളയുക എന്ന ഒരു രീതിയാണെന്ന് ആളുകൾ സ്വീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള കൊലപാതകത്തിന്റെ പിന്നിലും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തന്റെ ഭാര്യയും തന്റെ കുട്ടികളും തന്നെ വിട്ടുപോകാനുണ്ടായിട്ടുള്ള കാരണം അയൽ വീട്ടിലുള്ള മുടി നീണ്ട ഒരാളാണ് എന്ന ജ്യോത്സ്യന്റെ വർത്തമാനമാണ് അയാളെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ചു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അടുത്തതായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ ഒരു സമ്പന്നനായിട്ടുള്ള വ്യവസായിയുടെ കൊലപാതകത്തിൽ കലാശിച്ചിട്ടുള്ളതും ഇത്തരത്തിലുള്ള ചില സിദ്ധന്മാരുടെ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്രകാരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ, ജ്യോത്സ്യന്മാരുടെയും സിദ്ധന്മാരുടെയും കെണികളിൽ ആളുകൾ അകപ്പെട്ടു പോകുന്നത്?
സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ വിധിവിശ്വാസത്തിലുള്ള കുറവാണ്, വിധിവിശ്വാസത്തിലുള്ള ദൗർബല്യമാണ് അടിസ്ഥാനപരമായി ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് തൂലികയാണ്, പേനയാണ്. എന്നിട്ട് ആ പേനയോട് പറഞ്ഞു പത്ര നീ എഴുതൂ. അത് ചോദിച്ചു, എന്താണ് നാഥ ഞാൻ എഴുതേണ്ടത്? അന്ത്യനാൾ വരേക്കുമുള്ള മുഴുവൻ കാര്യങ്ങളും നീ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയപ്പെട്ടു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിനാൽ എല്ലാ കാര്യങ്ങളും അറിയും, എല്ലാം അവൻ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതിനനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നന്മ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് ശ്രമിച്ചാലും ആ നന്മയെ ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു ദോഷം, ഏതെങ്കിലും ഒരു തിന്മ നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടയുവാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് ശ്രമിച്ചാലും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിലെ 17-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞല്ലോ, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇൻ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരു നാശം, ഒരു തിന്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയെ നീക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു നന്മ വരുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്തുവാനും ആർക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനത്രേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. അദ്ദേഹം പറഞ്ഞു, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പിറകിലിരുന്നു കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. പ്രവാചകൻ എന്നോട് പറഞ്ഞു, യാ ഗുലാം, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, ഉഅല്ലിമുക ബികലിമാത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരാം, പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ നിനക്ക് കണ്ടുമുട്ടാൻ സാധിക്കും, നിന്റെ മുന്നിൽ നിനക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് നിന്റെ ജീവിതത്തിൽ പ്രവൃത്തി പരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നീ പ്രവൃത്തി പരത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം മേഖലകളിൽ നിന്നാണോ നിന്നോട് വിട്ടുനിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ മേഖലകളിൽ നിന്നെല്ലാം പരിപൂർണമായും നീ വിട്ടുനിൽക്കുക. എങ്കിൽ ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കും. ഏത് ദുർഘട ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നിനക്ക് വന്നു ചേരുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. ഫഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. നീ സഹായ തേട്ടം നടത്തുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായ തേട്ടം നടത്തണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നന്മ നിനക്ക് ഉണ്ടാകണം എന്ന് നീ അഭിലഷിക്കുന്നുവെങ്കിൽ നിനക്ക് അല്ലാഹുവിനോട് ചോദിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നിനക്ക് ലഭ്യമാകണം എന്ന് നീ കൊതിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അല്ലാഹുവിനോട് ആ സഹായത്തിന് വേണ്ടി ചോദിക്കും. അതിനപ്പുറം ഒരാളോട് നീ ചോദിക്കാൻ പാടില്ല, നീ അഭ്യർത്ഥിക്കുവാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നീ മനസ്സിലാക്കുക, അന്നൽ ഉമ്മ ലൗ ഇജ്തമഅത് അല അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ഖദ് കതബഹു ലക. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്നു, ഒത്തുചേർന്നു, അല അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്തു തരുന്നതിന് വേണ്ടി, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു ലക,
അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വിധിച്ചിട്ടുള്ള ആ നന്മയല്ലാതെ ഉണ്ടായി തീരുന്നതല്ല. അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള നന്മയിനേക്കാൾ അപ്പുറമുള്ള ഒരു കണിക നന്മ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് ശ്രമിച്ചാലും നിനക്ക് വരുത്തുവാൻ സാധ്യമല്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിനക്കൊരു പ്രയാസം ഉണ്ടാക്കുവാൻ, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ, നിനക്കൊരു വിഷമം ഉണ്ടാക്കുവാൻ അവർക്ക് നിനക്കെതിൽ യാതൊരു തരത്തിലുള്ള വിഷമവും ഏർപ്പെടുത്തുവാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ. അല്ലാഹു നിനക്ക് നിന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളുണ്ടെങ്കിൽ അത് കൃത്യമായ സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനേക്കാൾ ഉപരിയായി നിനക്കൊരു അപകാരമുണ്ടാക്കുവാൻ, ഉപദ്രവം വരുത്തുവാൻ, നാശം വരുത്തുവാൻ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളും കിണഞ്ഞു ശ്രമിച്ചാലും സാധ്യമേ അല്ല. പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ വരണ്ടു പോവുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിർണയത്തിനപ്പുറം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ശ്രമിച്ചാലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സിദ്ധന്റെ അടുത്തേക്ക് നീ പോയിട്ട് കാര്യമില്ല. നിന്റെ ഭാവി അറിയുവാൻ ഏതെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചുകൊണ്ടും ആ ജ്യോത്സ്യൻ പറയുന്നതിനനുസരിച്ച് കൊണ്ടുള്ള ക്രമീകരണങ്ങൾ നീ വരുത്തിയാൽ അള്ളാഹു വിധിച്ചതിലപ്പുറം നിനക്കൊരു നന്മയുണ്ടാവുകയില്ല. ഒരു തിന്മയെ തടഞ്ഞു നിർത്തുവാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير قل اللهم مالك الملك. നീ പറയുക, നീ പ്രാർത്ഥിക്കുക, ആധിപത്യത്തിന്റെ ഉടമയായ നാഥാ, തുഅത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ അധികാരം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അധികാരത്തെ നീ പിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നീ പ്രതാപിയാക്കി മാറ്റുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നീ പതിതരാക്കി മാറ്റുകയും ചെയ്യുന്നു. എല്ലാവിധ നന്മകളും ഉള്ളത് നിന്റെ കയ്യിലാണ്. നീ എല്ലാറ്റിനും കഴിവുള്ളവനത്രേ. എല്ലാറ്റിനും കഴിവുള്ളവനായ നന്മകൾ മുഴുവനുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ള തീരുമാനത്തെ മറികടക്കുവാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ലോകത്തുള്ള മുഴുവൻ വ്യക്തികളും ഒരുമിച്ച് ചേർന്നാലും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകുന്നതിനെ തടയുവാൻ ഒരാൾക്കും സാധ്യമല്ല. നീ തടഞ്ഞു നിർത്തിയതിനെ തരുവാനും ഒരാൾക്കും സാധ്യമല്ല. എല്ലാവിധ നന്മകളും ഉള്ളത് നിന്നിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ഒരു വ്യക്തി വെച്ചു പുലർത്തേണ്ടതും. ആ അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ടും ഏതെങ്കിലും ഒരു തീരുമാനത്തെ നടപ്പിലാക്കുവാൻ, അല്ലാഹുവിന്റെ വിധിയെ മറികടന്നുകൊണ്ടും ഏതെങ്കിലും ഒരു തീരുമാനത്തെ നടപ്പിലാക്കുവാൻ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളും ശ്രമിച്ചാലും സാധ്യമല്ല. ലോകത്തുള്ള മുഴുവൻ വ്യക്തികളും ശ്രമിച്ചാലും സാധ്യമല്ലെന്ന് അർത്ഥശങ്കക്കിടമില്ലാ വിധം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കെ തനിക്ക് നന്മയുണ്ടാകുവാൻ ഏതെങ്കിലും ദോഷം തന്നിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചതുകൊണ്ട്, ആ ജ്യോത്സ്യൻ പറയുന്നതിനനുസരിച്ച് കൊണ്ട് ഏതെങ്കിലും വർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത് പോലും പാതകമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിക ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അത അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖുൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ക് നോക്കുന്ന വ്യക്തിയുടെ അടുത്ത് പോയി, എന്നിട്ട് അയാൾ പറയുന്നത് സത്യമാണെന്നവൻ വിശ്വസിച്ചു. ആ വിശ്വാസം കൊണ്ട് തന്നെ അവൻ കാഫിറായി മാറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളിൽ അവൻ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു.
അള്ളാഹുവിനുള്ള വിധിവിശ്വാസത്തിൽ അവന് സംശയമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ ഉണ്ടാകണമെന്ന്, നന്മകൾ നിലനിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കണമെന്ന്, ദോഷങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കണമെന്ന് ആരോടെങ്കിലും അപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രം അപേക്ഷിക്കുക. അതിനപ്പുറം ഒരു വ്യക്തികളിലേക്ക് തിരിയാതിരിക്കുക, പോകാതിരിക്കുക, അത്തരത്തിലുള്ള ആളുകളുടെ കെണിയിൽ അകപ്പെടാതിരിക്കുക. അതാണ് സുരക്ഷിതത്വത്തിനുള്ള യഥാർത്ഥത്തിലുള്ള വഴി മാർഗം. ഈ ലോക ജീവിതത്തിലും മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിലും സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ഉണ്ടാക്കുവാനുള്ള വഴി ഇത് മാത്രമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുതൽ നാം പ്രവേശിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു മാസമാണ് ശഅബാൻ മാസം. പരിശുദ്ധ റമദാനുള്ള വ്രതാനുഷ്ഠാനത്തിനുള്ള സമ്പൂർണമായ തയ്യാറെടുപ്പ് നടക്കുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്രതാനുഷ്ഠാനത്തെ കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കിയിരിക്കുന്നത് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ നമുക്ക് സാധിക്കും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കും, നോമ്പെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ പറയും ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അവസാനിപ്പിക്കില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിക്കും. പിന്നെ പ്രവാചകൻ നോമ്പില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പൊ ഞങ്ങൾ പറയും ഇനി നബി നോമ്പ് നോക്കൂല, ഇനി നബി നോമ്പ് നോക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും ചെയ്യും, നോമ്പ് മുറിക്കുകയും ചെയ്യും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായും വ്രതമെടുത്തിട്ടുള്ളത് റമളാനിൽ മാത്രമായിരുന്നു. വമാ റഅയ്തുഹു അക്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസത്തിൽ ഏറ്റവും അധികം നോമ്പെടുത്തിട്ടുണ്ടായിരുന്നത് റമദാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിലായിരുന്നു. ശഅബാൻ മാസത്തെ പോലെ മറ്റൊരു മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി നോമ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ മറ്റു മാസങ്ങൾക്കൊന്നും തന്നെ നൽകിയിട്ടില്ലാത്ത ഒരു പ്രാധാന്യം ശഅബാൻ മാസത്തിൽ നൽകുന്നതായി നാം കാണുന്നു. മറ്റു മാസങ്ങളിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ച തോതിൽ ശഅബാൻ മാസത്തിലെ ദിവസങ്ങളിൽ അങ്ങ് നോമ്പെടുക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്ർ യഗ്ഫലു നാസു ബൈന റജബ് വ റമളാൻ വഹുവ ശഹ്ർ തുർഫഉൽ അഅമാലു ഫീഹി ഇലാ റബ്ബിൽ ആലമീൻ വഅന ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഇം. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിന്റെയും റമളാൻ മാസത്തിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. ആ മാസമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, റബ്ബുൽ ആലമീനിലേക്ക് അടിമകളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വഅന ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഇം.
ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ അധിക നാളുകളിൽ ഞാൻ നോമ്പെടുക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ചുകൊണ്ട് ഈ മാസത്തെ ശഅബാൻ മാസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റമദാനിൽ പൂർണ്ണമായും അങ്ങ് നോമ്പെടുത്തു കളയാം, ശഅബാൻ ഞാൻ അത്ര തന്നെ അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഒരു പക്ഷേ റമദാനിലേക്ക് നാം അവശേഷിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ റമദാനിന് മുമ്പേ നാം ഈ ലോകത്തോട് വിട പറഞ്ഞേക്കാം. അപ്പോൾ ആ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ശഅബാൻ മാസത്തിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് നമ്മളുടെ കർമ്മങ്ങൾ ശരിയാവിധം ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം വ്രതമെടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങേയറ്റം കടാക്ഷിക്കുകയും അതിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ നമ്മെ പൊതിയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതൊരു നല്ല കാര്യത്തിനുമുള്ള അവസരം ഉണ്ടാകുമ്പോൾ തൽക്ഷണം ചെയ്യുക എന്നതാണ് നാം ഓരോരുത്തരും പതിവാക്കേണ്ടത്. നാളെയാകാം എന്ന് വിചാരിച്ചുകൊണ്ട് നീട്ടിവെച്ചാൽ മാറ്റിവെച്ചാൽ നമുക്കതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നീ നിന്റെ അവധിയിലേക്ക് ഉണരുക. നീ നിന്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ സ്വർഗീയാനുഭൂതി നുകരുന്നതിന് ആവശ്യമായിട്ടുള്ള സൽപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഒരിക്കലും നാളെയാകാം എന്ന് നീ പറയരുത്. കാരണം എപ്പോഴാണ് നീ അള്ളാഹുവിന്റെ അടുത്തേക്ക് ആയിത്തീരുക, നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരിക എന്നുള്ളത് നിനക്കറിയില്ല. അതുകൊണ്ട് നീ നന്മകളിൽ ഉണരുക എന്ന് നാളെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് നന്മകൾ നീട്ടിവെക്കണ്ട എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും. മരണം നമ്മുടെ അടുത്തുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മാർഗ്ഗങ്ങളും നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നക സഅത മുസ്തഖറ മുഖാമ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك.